ഹലോ ഹായ് നമസ്കാരം ഏവർക്ക് മായക്കാഴ്ചകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് മായക്കാഴ്ചകളിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മുഖമാണ്. ഇഷ്ടപ്പെടുന്ന മുഖം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് മിന്നിമായും. എന്നാൽ വേറിട്ട ജോലിയിലൂടെ വ്യത്യസ്തയായ ഒരു വ്യക്തിത്വത്തിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതെ, പാമ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും മിക്കപേരും മുഖം ഒന്ന് ചുളിക്കും, അല്ലെങ്കിൽ ഒരു ഭയം ഉള്ളിൽ വരാറുണ്ട് അല്ലേ. എന്നാൽ പാമ്പ് എന്താണ് സഹജീവിയായി കണ്ട് അതിനെ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരാളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വാവ സുരേഷ് ആയിരിക്കും എന്നല്ലേ. ഒരിക്കലുമല്ല. ഒരു സ്ത്രീ ഒരു രംഗത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനകത്ത് ശോഭിക്കാൻ പറ്റുക എന്ന് പലരും ചോദിക്കാറുണ്ട്. സ്ത്രീകൾക്ക് സാധ്യമായ ഒരു ജോലിയാണോ പാമ്പ് പിടുത്തം എന്നുള്ളത് പലരും മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ തങ്ങൾക്കും സ്ത്രീകൾക്കും ഏത് ജോലിയും ചെയ്യാമെന്ന് തെളിയിച്ച ഒരു അതുല്യ പ്രതിഭയാണ് ഇന്ന് മായക്കാഴ്ചകളിൽ അതിഥിയായി എത്തുന്നത്. അതെ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ റോഷ്നിയാണ് ഇന്ന് മായക്കാഴ്ചകളിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി എത്തുന്നത്. കേൾക്കാം റോഷ്നിയുടെ ആ മായാത്ത വിശേഷങ്ങൾ. അതെ, മൃഗങ്ങളോടും അതുപോലെ തന്നെ പാമ്പുകളോടും ഒക്കെ തന്നെയും ഒരുപാട് സ്നേഹമുള്ള, അവരെ സ്വന്തം കൂടപ്പിറപ്പായിട്ടോ അല്ലെങ്കിൽ മക്കളായിട്ടോ ഒക്കെ സ്നേഹിക്കുന്ന റോഷ്നിയുടെ വിശേഷങ്ങളാണ് ഇന്ന് മായക്കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. പരിചയപ്പെടാം. നമസ്കാരം റോഷ്നി. ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന റോഷ്നിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കണം എന്നുള്ളത്. കാരണം നമ്മളെല്ലാ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ ചാനലുകളിലും റോഷ്നിയുടെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും തരംഗമായിട്ടുള്ളൊരു മുഖമാണ് റോഷ്നി. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം റോഷ്നി ആരാണ് എന്താണെന്നുള്ളതൊക്കെ. എങ്കിലും കൂടുതൽ കാര്യങ്ങൾ കുറച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരിക്കലുമില്ല, എല്ലാത്തിലും ഒരു പുതുമയുണ്ട്. അപ്പം റോഷ്നിക്ക് മായക്കാഴ്ചകളിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സന്തോഷമായിട്ട് പോകുന്നു. 3 വർഷത്തിലേറെയായി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു അല്ലേ. ഒട്ടേറെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒട്ടേറെ പാമ്പുകളെ പിടിക്കുകയും സ്ത്രീകളൊക്കെ പിന്നോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മുന്നോട്ടെത്തി വളരെ കാര്യക്ഷമമായിട്ട് തന്നെ പാമ്പുകളെ പിടിക്കുകയും സഹജീവി സ്നേഹം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പാര വയ്ക്കും അതൊക്കെ ചെയ്യാറുണ്ടെങ്കിലും മൃഗങ്ങളോടുള്ളൊരു സ്നേഹം തീർച്ചയായിട്ടും അത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. മൃഗങ്ങളെ സ്നേഹിച്ചാൽ അവ നമ്മളെയും തിരിച്ച് സ്നേഹിക്കും എന്നൊക്കെ പഴമക്കാർ പറയാറുണ്ടെങ്കിലും എങ്ങനെയാണ് ഈ പാമ്പ് പിടുത്തം കുറച്ചൊരു റിസ്ക് ഉള്ള ഒരു സംഭവം തന്നെയാണ്. ഇതിലേക്ക് എത്തുമ്പോൾ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു ഉത്തരവാദിത്തം എൻ്റെ മേൽ വരും എന്ന് വിചാരിച്ചിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ സർവീസിൽ വന്നിട്ട് 7 വർഷം ആവാറായി, 6.5 വർഷമായി. സ്നേക്ക് റെസ്ക്യൂ തുടങ്ങിയിട്ട് 3 വർഷമാണ് ആയിട്ടുള്ളത്. അങ്ങനെ നമുക്കങ്ങനെ പാമ്പിനെ എടുക്കണം എന്ന് അങ്ങനെ ഒരു ഇതില്ല. അങ്ങനെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ ഒരു ഇതില്ല. പിന്നെ എന്തുവാണ്, ഇടയ്ക്ക് ലൈസൻസ് കൊടുത്തു തുടങ്ങിയപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ലൈസൻസ് ഉള്ളവർ മാത്രം പാമ്പുകളെ തൊട്ടാൽ മതി എന്നുള്ള ഒരിത് വന്നപ്പോഴാണ് അതിന് പോയി അറ്റൻഡ് ചെയ്തത്. ഇപ്പോൾ അവർ ട്രെൻഡൊക്കെ അങ്ങ് പോയി. ഇടയ്ക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, സ്ത്രീകൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ശത്രുക്കളും വളരെ കൂടിയുണ്ട്. ചെയ്യുന്നത് ജീവൽ മരണ പോരാട്ടമാണെങ്കിലും എന്തുവാണ് നമ്മൾ ആ ചെയ്യുന്ന സമയത്തുള്ള ഒരു ഇത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു താല്പര്യം തോന്നി തന്നെയാണ് ചെയ്തത്. ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ് ചെയ്യുന്നതിനോട്. നേരത്തെ മനീഷ് പറഞ്ഞതുപോലെ സഹജീവികളോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ പാമ്പ് ചിലപ്പോൾ നമ്മളോട് ആ സ്നേഹം കാണിക്കില്ലായിരിക്കും. പക്ഷെ ബാക്കി വന്യമൃഗങ്ങളെല്ലാം ഭയങ്കരമായിട്ട് നമ്മളൊരു ഇത് കാണിച്ചാൽ ഉറപ്പായിട്ടും തിരിച്ച് ആ ഒരു സ്നേഹം ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ പാമ്പ് പിടുത്തം മാത്രമല്ല, പ്രേക്ഷകർക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും, ഒരുപാട് മൃഗങ്ങളെയും റെസ്ക്യൂ ചെയ്തിട്ടുണ്ടല്ലോ. മുള്ളംപന്നി ഉൾപ്പെടെ നമ്മൾ പേടിച്ച് നിൽക്കുന്ന മൃഗങ്ങളെയും, കരടിയെ നമുക്കറിയാം, അത് കരടി പക്ഷേ രക്ഷിക്കുന്നതിനിടയ്ക്ക് അത് ചത്തുപോയിരുന്നു. എങ്കിൽ തന്നെയും മൃഗങ്ങളോടുള്ള ഒരു സ്നേഹം കൂടിയാണല്ലോ ഇതിനകത്ത്. ഇപ്പം നമ്മൾ ഏതൊരു കാര്യത്തിനും വിളിച്ചാലും ഓടി എത്തുന്ന ഒരു നാട്ടുകാരൊക്കെ പറയാറുണ്ട്, റോഷിനി ഒരു ആവശ്യം വന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് എത്ര രാത്രിയാണെങ്കിലും ഓടിപ്പോയി അത് ചെയ്തു കൊടുക്കും എന്നുള്ളത്. ആ ഒരു ധൈര്യം എങ്ങനെയാണ്? ഫാമിലിയിലെ അച്ഛനും ഒക്കെ ഇത്തരത്തിലുള്ള ധൈര്യമുള്ള ആൾക്കാരായിരുന്നോ? ഇല്ല, എൻ്റെ അമ്മ എപ്പോഴും പറയും ആരുടെ ധൈര്യമാണ്. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ധൈര്യമാണ്, അച്ഛന് അത്ര അതൊന്നുമില്ല. അച്ഛൻ മരിച്ചുപോയി. അതിനുശേഷം അമ്മ കുറച്ച് ധൈര്യമുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു അമ്മയുടെ ധൈര്യമായിരിക്കും എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾ 3 പെൺപിള്ളേരാണ്, 3 പേരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ചേച്ചിയൊക്കെ പക്ഷേ ഈ ഫീൽഡൊന്നും അല്ല, അവരൊക്കെ ഓഫീസിലെ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ എന്നോട് അമ്മ ഇങ്ങനെ പറയാറുണ്ട്, ഇത് വേണ്ട, ഏതെങ്കിലും ഓഫീസിലിരിക്കുന്ന അത് മതിയെന്ന് പറയാറുണ്ട്. പക്ഷേ അങ്ങനെ വേറെ അധികം ആർക്കും അങ്ങനെ ഒരു ധൈര്യം എനിക്ക് അറിഞ്ഞുകൂടാ ആരുടെയാണെന്ന്. എന്തോ ഒരു ഇഷ്ടം അതിന് മീൻസ് നമ്മൾ 3 പെൺപിള്ളേരായതുകൊണ്ട് ഞാൻ 3ാമത്തെയാണ്. അപ്പോൾ എന്നെ ഒരു അര ആണായിട്ട് തന്നെയാണ് വീട്ടിൽ. പണ്ട് മുതലേ അങ്ങനെ റെസ്ട്രിക്ഷൻ വച്ചൊന്നും നമ്മളെ അങ്ങനെ വളർത്തിയിട്ടില്ല. ഇപ്പോൾ വണ്ടി ഓടിക്കുന്നതിനാണ് എൻ്റെ 2 ചേച്ചിമാർ സ്കൂട്ടറോ കാറോ ഒന്നും ഓടിക്കില്ല, ഞാനിതെല്ലാം ഓടിക്കും. അപ്പോൾ അവരിൽ നിന്ന് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അതെ, ആ ഒരു ധൈര്യം അത് തന്നെയാണ് എന്നെ എല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും. അമ്മയുടെ ആ ഒരു ഇതാണ്, അമ്മയുടെ ഒരു നമ്മുടെ ആ വളർത്തി വന്ന ആ ഒരു സപ്പോർട്ട്, ആ ഒരു ഫ്രീഡം, അതൊക്കെ തന്നെയാണ് ഇതുവരെ കൊണ്ടെത്തിച്ചത്.
ശരി. ഈ പറഞ്ഞ പോലെ തന്നെ മായക്കാഴ്ചകളിൽ എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കഥകളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. റോഷ്നിയിലേക്ക് നമ്മൾ എത്തുമ്പോഴും ഈ പറഞ്ഞ പോലെ പാമ്പുകളെ സധൈര്യം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു സ്ത്രീ ഇങ്ങനെ സജീവമായിട്ട് പാമ്പ് പിടുത്തക്കാരി ആവുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ ഒരു എൻ്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. ഇത്രയും വളരെ ധൈര്യത്തോടു കൂടി പാമ്പുകളെ പിടിക്കാൻ പോകുന്നു. അത് വലിയ പെരുമ്പാമ്പ് ഉൾപ്പെടെ അല്ലേ, കോബ്ര അങ്ങനെ തുടങ്ങി എല്ലാ പാമ്പുകളെയും പിടിച്ച ഗണത്തിലാണ്. പിന്നെ പെരുമ്പാമ്പ് ഒത്തിരി പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 62ഓളം പെരുമ്പാമ്പിനെ ഇതുവരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ മൂർഖനെയൊക്കെ ഒത്തിരി വെണ്ണം പിടിച്ചിട്ടുണ്ട്. 400ഓളം പാമ്പുകൾ ഇതുവരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അത് രാത്രിയും പകലും ഇല്ലാതെ തന്നെയാണ് കഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സന്തോഷമാണ്. കാരണം എന്തുവാണ്, നമുക്കൊരു കാര്യത്തോട് ഇഷ്ടമുണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അത്രയും അറിഞ്ഞ് അത്രയും ഇഷ്ടത്തോടെ ആ ഒരു താല്പര്യത്തോടെ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കത് ചെയ്യാൻ ഇഷ്ടമുള്ളത്. കുഞ്ഞു നാൾ മുതൽക്ക് തന്നെ ഈ മൃഗസ്നേഹി ആയിരുന്നോ? അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്ക് വന്യമൃഗങ്ങളൊക്കെ കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. അല്ലാതെ നമുക്ക് അറിഞ്ഞുകൂടല്ലോ അങ്ങനെയൊന്നും. പിന്നെ അല്ലാത്ത ജീവികളോട് എനിക്കൊരു ഇഷ്ടമാണ്. ഞാൻ എന്തുവാണ്, ഒരു പട്ടിയായാലും വളർത്തിയിട്ട് ഒന്ന് മാറിയാൽ ഞാൻ കരയും. എനിക്കങ്ങനെ ഒരു പ്രത്യേക ഒരു അസുഖമാണ് അത് ശരിക്കും പറഞ്ഞു. ഇപ്പോൾ ഇടയ്ക്ക് എൻ്റെ പോമറേനിയൻ പ്രസവിച്ചായിരുന്നു. 7 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ 7 ഞാൻ 7 വീട്ടിൽ കൊടുത്തത് ആകാശദൂത് സിനിമയിൽ മാധവി പിള്ളേരെ 4 വീട്ടിൽ കൊടുത്ത ഒരവസ്ഥയാണ്. എനിക്കങ്ങനെ മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കതിൽ ഭയങ്കര ഞാനിങ്ങനെ കരയും. ഞാൻ 7 ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണാതെയാണ് കൊടുക്കുന്ന ആ ഒരു രീതിക്കാണ് കൊടുത്തത്. എനിക്ക് ആ മൃഗങ്ങളോട് പൊതുവെ എനിക്കങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പാമ്പെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മെരുക്കി വരുതിയിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു വിഭാഗമാണല്ലോ. നമുക്ക് എല്ലാവർക്കും പേടിയാണ്. കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ഒക്കെ തന്നെയും പേടിക്കുന്ന ഒന്നാണ് പാമ്പെന്ന് പറയുന്നത്. നമ്മൾ അതിനെ സ്നേഹത്തോടെ പരിപാലിച്ചാൽ തന്നെയും ചിലപ്പോൾ അത് ചാടി പറന്നൊക്കെ കൊത്തുന്ന പാമ്പുകൾ വരെ ഉണ്ടല്ലോ അല്ലേ. ഈ അങ്ങനെയുള്ള പാമ്പുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. കൊമ്പേറി ഇനത്തിൽപ്പെട്ട പാമ്പുകളൊക്കെ തന്നെ. അപ്പോൾ ഇതിനൊക്കെ ഈ റെസ്ക്യൂ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ട്രെയിനിങ് സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ട്രെയിനിങ് സമയത്ത് വിഷമുള്ള പാമ്പിനെ വേണോ അതോ വിഷമില്ലാത്ത പാമ്പിനെ വേണോ എന്ന് ചോദിച്ചപ്പോൾ റോഷിനി പറഞ്ഞു എനിക്ക് വിഷമുള്ള പാമ്പിനെ തന്നാൽ മതി. അതും കോബ്രയാണ് ആവശ്യപ്പെട്ടത് അല്ലേ. അതെങ്ങനെയാണ് ആ ഒരു ധൈര്യം എങ്ങനെയാണ് വന്നത്? എങ്ങനെയാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഒരു നിയോഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം പാമ്പിനെയൊക്കെ അന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും അങ്ങനെ അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ ചേരയൊക്കെ വീട്ടിൽ കണ്ടിട്ടുള്ള, കോബ്രയൊന്നും ഞാൻ അങ്ങനെ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ എന്നാൽ ട്രെയിനിങ് ഒരു ദിവസം ഇങ്ങനെ ഒന്ന് പറഞ്ഞു തരും. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം കൊണ്ടുവച്ചിട്ട് റെസ്ക്യൂ ചെയ്ത് കാണിക്കണം. അവർ പറഞ്ഞു തരും, ആൾ കൂടെ നിൽക്കും. സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏത് വേണം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കോബ്രയാണ് വേണം എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് എടുത്തു തന്നത്. ഒരു 27 സെക്കൻഡ് കൊണ്ട് ഞാൻ അതിനെ റെസ്ക്യൂ ചെയ്ത് കാണിച്ചു. അതെ, ഒരു ബാഗ് ആൻഡ് പൈപ്പ് മെത്തേഡുണ്ട് നമുക്ക്. ആ മെത്തേഡ് വെച്ചിട്ട് ടൂളും ഉണ്ട്. അല്ലാതെ നേക്കഡായിട്ടല്ല, അങ്ങനെ കൈ കൊണ്ട് മാത്രമായിട്ട് എടുക്കുന്നതല്ല, ടൂളും കൂടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് ഉപദ്രവം ഉണ്ടാവാത്ത രീതിയിൽ ടൂളും കൂടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഭയങ്കര റിസ്ക്കുള്ള കാര്യം തന്നെയാണ്. പാമ്പ് ഒരിക്കലും നമ്മളോട് ഇണങ്ങുന്ന ഒരു ജീവിയല്ല. അതിപ്പോൾ നമ്മൾ ഈ ബോൾ പൈത്തണൊക്കെ പെറ്റായിട്ടൊക്കെ വളർത്തുന്നുണ്ട്. പക്ഷെ എത്ര ആയാലും എങ്ങനെ ആയാലും അതൊരു വന്യജീവിയാണ്. അതിൻ്റെ ഒരു സ്വഭാവം എപ്പോഴായാലും അത് കാണിക്കും. ബാക്കി ജീവികളൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് ജീവിയാലും അങ്ങനെയാണ്. അതിനാവശ്യം ഫുഡും ഷെൽട്ടറുമാണ്. ഈ 2 സാധനം അതിനാവശ്യമുള്ളൂ. അത് കിട്ടുന്ന സമയത്ത് അത് ചിലപ്പോൾ നമ്മളോട് ഭയങ്കര ഇതായിട്ടൊക്കെ അതെ അങ്ങനെ. പിന്നെ അത് കഴിയുമ്പോൾ ചിലപ്പോൾ കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ സ്വഭാവം മാറുമായിരിക്കും, നമുക്കറിയാൻ പറ്റും. പക്ഷേ വേറെ കുറേ ജീവികളൊക്കെ നമ്മൾ ഇണക്കി വളർത്താൻ പറ്റുന്ന ഒത്തിരി ജീവികളുണ്ട്. കാരണം നമ്മളോട് അത്രയ്ക്ക് ഇണങ്ങുന്ന ഒരുപാട്. പാനയൊക്കെ കണ്ടിട്ടില്ലേ, ഭയങ്കര സ്നേഹമാണ്. കുരങ്ങ് ഭയങ്കര സ്നേഹമാണ്. എനിക്കൊരു കുരങ്ങുണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ രക്ഷിച്ച ഒരു കുരങ്ങുണ്ടായിരുന്നു. ഭയങ്കര ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അതിനൊക്കെ അത് റിലീസ് ചെയ്തു. ഒരു 5-6 മാസമായി റിലീസ് ചെയ്തിട്ട്. 1 വയസ്സായപ്പോൾ റിലീസ് ചെയ്തു. പക്ഷേ അതിങ്ങനെ ഓഫീസിൽ പിന്നെ കൊണ്ടിട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര, പിന്നീടൊക്കെ അത് ഭയങ്കര കുണ്ടണിയാണ്. അതിൻ്റേതായ സ്വഭാവമാണ് അത് കാണിക്കുന്നത്. പക്ഷെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അതുപോലെ മൃഗങ്ങളൊക്കെ ഇണങ്ങും. നമ്മളിങ്ങനെ വളർത്തിന് ശേഷം കാട്ടിലേക്ക് വിടുമ്പോൾ അത് സർവൈവ് ചെയ്യാറുണ്ടോ? കുഴപ്പമില്ല. ഞാൻ ഇതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയില്ല. പിന്നെ ഞാനതിനെ സ്വന്തമായിട്ട് ആഹാരം എടുക്കാനൊക്കെ കുറേ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇത് വേറെ കുരങ്ങിൻ്റെ കൂട്ടമൊന്നും ചിലപ്പോൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ബോണക്കാടാണ് നമ്മൾ കൊണ്ട് റിലീസ് ചെയ്തത്. പിന്നീട് 1-2 പേര് പറഞ്ഞു, കാണുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അന്വേഷിച്ചായിരുന്നു അവിടെ എവിടെയെങ്കിലും. അപ്പം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണെന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. പിന്നീടൊന്നും അറിഞ്ഞുകൂടാ. അത് ചെയ്യും, സർവൈവ് ചെയ്യും. വേറെ അതിന് എന്തുവാണ് ബോഡി വീക്കോ വല്ല അസുഖം അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഭയങ്കര ഹെൽത്തി ആയിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, രക്ഷപ്പെടും.
ഈ പാമ്പുകളൊക്കെ കൈകൊണ്ട് പിടിക്കുക, പ്രത്യേകിച്ച് ഈ പെരുമ്പാമ്പ് മനുഷ്യനെ തന്നെ വിഴുങ്ങുന്ന ഒരു ജാതിയാണല്ലോ പെരുമ്പാമ്പ് എന്ന് പറയുന്നത്. പെരുമ്പാമ്പിനെ റെസ്ക്യൂ ചെയ്യുമ്പോൾ നമുക്കറിയാം ടൂൾസ് ഉപയോഗിച്ച് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും വലിപ്പം ഉള്ളത് തന്നെ അത് കൈ ഉപയോഗിച്ച് തന്നെയായിരുന്നു ആണ് സാധാരണഗതിയിൽ പെരുമ്പാമ്പിനെയൊക്കെ നമ്മൾ പിടിക്കുന്നതൊക്കെ അല്ലേ. എങ്ങനെയാണ് കൈ കൊണ്ടൊക്കെ പിടിക്കാൻ ആദ്യം ഒരു അറപ്പുണ്ടായിരുന്നോ തുടക്കത്തിലൊക്കെ, എങ്ങനെയായിരുന്നു? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. പെരുമ്പാമ്പിനെ നമുക്ക് ടൂൾ വെച്ച് എടുക്കാൻ പറ്റൂല. അത്രയും ഇപ്പം ഞാനൊരു 40-45ഓളം കിലോ ഉള്ളതിന് എനിക്ക് എൻ്റെ വെയിറ്റ് തന്നെ 54 കിലോയാണുള്ളത്. അപ്പോൾ അത്രയും വെയിറ്റ് ഉള്ളതിനെ എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ടൂൾ വെച്ച് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ബോഡി ഒരു വഴുവഴുപ്പുള്ളതാണ് പെരുമ്പാമ്പിൻ്റെ ബോഡി. ഇപ്പം മൂർഖൻ്റെ പോലെ അല്ല, കുറച്ചൊരു നമ്മുടെ ഇങ്ങനെ തെന്നിയങ്ങ് പോവും, അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ അത് ഭയങ്കരമായിട്ട് കടിക്കും, അങ്ങനെ പട്ടി കടിക്കുന്നത് പോലെ കടിച്ചെടുക്കും. വിഷമില്ലാന്നേ ഉള്ളൂ, വെനമസ് അല്ല, പക്ഷേ കടിക്കും, നല്ലതായിട്ട് കടിച്ച് കീറിയെടുക്കും. അപ്പോൾ അതിന് റെസ്ക്യൂ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പെരുമ്പാമ്പിനെ എടുക്കുന്നത്. അങ്ങനെ അറപ്പ് ഇതൊന്നും തോന്നിയിട്ടില്ല, അത് കാണുന്നവരൊക്കെ പറയും. പെരുമ്പാമ്പ് 62 എണ്ണം വരെ പെരുമ്പാമ്പിനെ എടുത്തിട്ടുണ്ട്, വലുതും ചെറുതും. എനിക്ക് ഇഷ്ടമാണ്, ചില ദിവസമൊക്കെ ഒരു റെസ്ക്യൂ വന്നെങ്കിൽ എന്ന് വിചാരിക്കുമായിരുന്നു. അത് നമുക്കൊരു എന്താണ് ഒരു ക്രേസ് പോലെ, ഒരു ഭയങ്കര ഒരു ഇഷ്ടമാണ് എനിക്കത്. പോയി എടുക്കാൻ ഭയങ്കര ഒരു താല്പര്യമായിരുന്നു. അങ്ങനെ അറപ്പും വെറുപ്പൊന്നും ഇതുവരെയും തോന്നിയിട്ടില്ല. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ കൈ കാണിക്കാൻ പറയും ചില ആൾക്ക്. ഇൻ്റർവ്യൂവിൽ മീൻസ് ക്ലാസ്സൊക്കെ എടുക്കാൻ പോകാറുണ്ട് ഞാൻ. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ചോദിക്കും, കൈ ഒന്ന് കാണിക്കുമോ എന്ന് ചോദിക്കും. മീൻസ് ഈ പാമ്പിനെ എടുക്കുന്നത് കൊണ്ട് കൈക്ക് എന്തെങ്കിലും സ്കിന്നിന് പ്രശ്നമുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നും ഒരു ബുദ്ധിമുട്ടും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എടുത്തിട്ട് ഉടനെ കൈ കഴുകണം അങ്ങനെയൊന്നും ഞാൻ ആലോചിക്കാറേ ഇല്ല. അത് അത്ര എനിക്ക് തോന്നുന്നത്, അത് പക്ഷേ ഭയങ്കര വൃത്തിയുള്ളൊരു ജീവിയാണ് പാമ്പ്. അതിനെ തൊട്ട ഉടനെ കൈ കഴുകണമെന്ന് പറയണതിൽ ഒരു ലോജിക്കും ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ 7 വർഷത്തോളമായി സർവീസിൽ കയറിയിട്ട് 3 വർഷമായി ഈ ഒരു ജോലി ചെയ്യുന്നു അല്ലേ, പാമ്പ് പിടുത്തം എന്ന് പറയുന്നത്. ഈ സ്ത്രീകളൊക്കെ തന്നെ വലിയ വിമുഖത കാണിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ കൂടെ എത്ര പേരുണ്ടായിരുന്നു ട്രെയിനിങ് സമയത്തൊക്കെ? 6 പേരോ? കുറേ പിള്ളേരുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്നവർക്കൊക്കെ നമ്മുടെ ട്രെയിനിങ് പീരീഡ് ഉണ്ടല്ലോ, നമുക്കൊരു ട്രെയിനിങ് ഉണ്ട് അല്ലാതെ ഫോറസ്റ്റ് ട്രെയിനിങ്. അതിൻ്റെ കൂടെ സ്നേക്ക് റെസ്ക്യൂവിന് കൊടുക്കുന്നുണ്ട് ലൈസൻസ്. പക്ഷേ അധികം ആരും അങ്ങനെ മീൻസ് എടുക്കാൻ ഫീൽഡിലോട്ട് ഇറങ്ങാറില്ല. കുറേ പിള്ളേർക്കൊക്കെ ഉണ്ട് ലൈസൻസ്. പിന്നെ അങ്ങനെ എനിക്ക് അധികം ആരും അങ്ങനെ അറിഞ്ഞുകൂടാ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലൊന്നും ആരുമില്ല. വേറെ കേരളത്തിൽ 1-2 പേരൊക്കെ ഇടയ്ക്ക് എടുക്കുന്ന വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എന്തുവാണ് അതങ്ങനെ ഒരു ഇതായിട്ട് ഇറങ്ങുന്നവരെ അധികം ആരെയും കണ്ടിട്ടില്ല. കാരണം എല്ലാവർക്കും ഒരു പേടിയാണല്ലോ ഇതിനകത്ത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത്. അത് ശരിക്കും ഞാൻ ആദ്യം ഇറങ്ങിയപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. കാരണം അമ്മ കുറേ ദിവസം മിണ്ടൂലായിരുന്നു, അമ്മയ്ക്ക് ഭയങ്കര വിഷമം, കരച്ചിൽ, ചേച്ചിമാർ കരച്ചിൽ, ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഈ സാധനം എപ്പോഴാണ് നമ്മളോട് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ആൾക്കാർ കൂടി നിൽക്കുമ്പോഴൊക്കെ ഇത് പെട്ടെന്ന് അഗ്രസീവ് ആവും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ടിട്ട് ഓടാനും പറ്റില്ല. അങ്ങനത്തെയൊക്കെ ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെ എല്ലാവർക്കും അങ്ങനെ ഒരു സപ്പോർട്ട് ചിലപ്പം കിട്ടണം എന്നില്ല, നമുക്ക് അതും കൂടി ഉണ്ടെങ്കിൽ. ഇപ്പോൾ എൻ്റെ വീട്ടിലൊന്നും എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒന്നും പറയില്ല. അപ്പോൾ രാത്രിയായാലും ഞാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒന്നും പറയാമല്ല, പോകണ്ടെന്നോ രാത്രിയാണെന്നോ അങ്ങനെയൊന്നും പറയാമല്ലോ. പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ സമ്മതിക്കണം എന്നില്ല. നമ്മൾ പിന്നെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചതായിരിക്കണം, ഇല്ലെങ്കിൽ പിന്നെ അതിന് പോവരുത് അങ്ങനെ വിചാരിക്കുന്നത്. അത് എന്ത് കാര്യത്തിലായാലും ഞാൻ അങ്ങനെയാണ്. ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ ആരെങ്കിലും ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് എന്തോന്നാണ് നമുക്ക് അവരുടെ ഒരു ഇത് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പം അടുത്ത് കുറച്ച് ദിവസമായിട്ട് ഞാൻ അധികം റെസ്ക്യൂ പോവാറില്ല. അത് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് ഇഷ്യൂസ് ആയതുകൊണ്ട് പോവാതെ നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്നതാണ്, അത്രയേ ഉള്ളൂ. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ തരംഗമായി റോഷിനിയുടെ പാമ്പ് പിടുത്തം. എല്ലാവരും കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ ആൾക്കാർ വരെ ഒരു പെൺകുട്ടി ഈ ഒരു കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ വളരെ അതിശയത്തോടെയും അതിലേറെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ പാമ്പ് പിടിക്കാൻ പോകുമ്പോഴൊക്കെ തന്നെ കുട്ടികളും മുതിർന്നവരൊക്കെ തന്നെ ഇത് വീഡിയോയിൽ പകർത്തുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ. ഒരു വലിയ തരംഗം ഒരു സമയത്ത് റോഷിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാവർക്കും അറിയാം, കേരളക്കാരെ ആകെ എനിക്ക് തോന്നുന്നു പുറത്തുമൊക്കെ ഉള്ള ആൾക്കാർ റോഷിനിയുടെ വീഡിയോ കാണുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. ഈ പാമ്പ് പിടുത്തത്തിനിടയ്ക്ക് അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. വേറെ ഒരുപാട് റിസ്ക് ആയിട്ട് എടുത്തിട്ടുണ്ട്. മീൻസ് നമ്മൾ ഇത് കുഴിക്കകത്തൊക്കെ ആണെങ്കിൽ ഇടിച്ചെടുക്കണം, ഒരു ലോഡ് വൈക്കോല് മാറ്റി എടുത്തിട്ടുണ്ട്. അധികം ആരും അങ്ങനെ സഹായിക്കാൻ കാണൂല, കാരണം പാമ്പായതുകൊണ്ട്. അതെ, വേറെ ആരും അങ്ങനെ. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് ഓടയ്ക്കകത്തുനിന്നും പല സ്ഥലത്തു നിന്നും രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ പെരുമ്പാമ്പിനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി എടുത്തിട്ടുണ്ട്.
അപ്പോൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ പുറകിലുള്ള ഇപ്പം അത് അറിയാൻ പറ്റൂല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞൊരു സഹായം ഒരു സ്ത്രീ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഒത്തിരി കാണും. അതെ അതെ, സപ്പോർട്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. രാത്രിയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതെ, ഇടയ്ക്കൊരു സമയത്ത്, ഇപ്പം വലിയതില്ല, കുറച്ച് സമയത്ത് ഭയങ്കര ഒരു ഇതായിരുന്നു ഒരു സ്ത്രീ. ഇപ്പോഴും പക്ഷേ എവിടെ പോയാലും ആ ഒരു റെസ്പെക്റ്റ്, ആ ഒരു സ്നേഹം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഒരു പിന്നെ ഞാൻ പാമ്പ് പിടിക്കുന്നത് കണ്ട് ഒരുപാട് പാമ്പ് പേടി മാറിയിട്ടുണ്ട്. അതെ അതെ അതെ, ഒത്തിരി മക്കളൊക്കെ തന്നെ അമ്മ ഇങ്ങനെ ചെയ്യുമ്പോൾ, രണ്ട് ആൺകുട്ടികളാണല്ലോ, അവരെങ്ങനെയാണ് അമ്മ ഇത് ചെയ്യുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അങ്ങനെ ഒന്നും പറയാറില്ല. പിന്നെ മൂത്ത മോന് ചിലപ്പം പറയും അമ്മയ്ക്ക് വേറെ ജോലിയില്ലേ എന്ന് ചോദിക്കും ചിലപ്പോൾ. പിന്നെ രാത്രിയൊക്കെ ഇതുപോലെ വിളിക്കുമ്പോൾ ഇറങ്ങുമ്പോഴത്തേക്ക് ചോദിക്കും ചിലപ്പോൾ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ അങ്ങനെ ഞാൻ പോകുന്നതിനോടോ അങ്ങനെ പിടിക്കുന്നതിനോടോ ഒന്നും വിരോധമോ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ വിളിച്ചാൽ വരികയും ചെയ്യും. രാത്രിയൊക്കെ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് വിളിച്ചാൽ എൻ്റെ കൂടെ വരും. എങ്ങനെയാണ് വിളി വരുന്നത്? എങ്ങനെയാണ് വീടുകളിൽ നിന്നൊക്കെ ആൾക്കാർ വിളിക്കാറുണ്ടോ? പേഴ്സണൽ അടുപ്പമുള്ള ആൾക്കാരൊക്കെ വിളിക്കാറുണ്ടോ? ഒത്തിരി കോൾ അങ്ങനെ വരാറുണ്ട്. അല്ലാതെ ഗൂഗിളിൽ നോക്കിയിട്ട് ഒരുപാട് സ്ഥലത്തുനിന്ന്, ഇന്ത്യക്ക് പുറത്തുനിന്ന്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, അതുപോലെ തമിഴ്നാട്, അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലത്തുനിന്ന് വിളിക്കും. അത് ഈ ഗൂഗിളിൽ നോക്കിയിട്ട് വിളിക്കുന്നതാണ്. റെസ്ക്യൂവറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻ്റെ നമ്പർ അതിൽ കിടപ്പുണ്ട്. അങ്ങനെ നോക്കിയൊക്കെയാണ് ഇന്ത്യക്ക് മീൻസ് നമ്മുടെ ദൂര സ്ഥലങ്ങളിൽ അതെ അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ അല്ലാതെ നമ്മുടെ ഇവിടെ ഉള്ളതും അങ്ങനെ വിളിക്കും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിക്കും, ഓഫീസിൽ വിളിക്കും. അല്ലാതെ നമ്മളെ നേരിട്ട് ഒത്തിരി വിളിക്കുന്നുണ്ട്. ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന കോളുകൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? ഇപ്പോൾ അവരുടെ റെസ്ക്യൂ നമ്പർ കൊടുക്കുക എങ്ങനെയാണ് ചെയ്യുന്നത്? അങ്ങനെയാണ് കൊടുക്കുന്നത്. അവരുടെ അടുത്തുള്ള റേഞ്ച് ഓഫീസ് ഏതാണ് ആ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ചിലപ്പോൾ നോക്കി പറഞ്ഞു കൊടുക്കും. അവർക്ക് അറിഞ്ഞുകൂടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് സംസ്ഥാനത്തു നിന്നാണോ വിളിക്കുന്നത് ആ ഒരു ഇത് നോക്കിയിട്ട് പിന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള റേഞ്ച് ഓഫീസ് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ അവരോട് പറയും, സെർച്ച് ചെയ്ത് നോക്കാൻ പറയും, അടുത്ത ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇത് കൊടുക്കും ഉറപ്പായിട്ട്, അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഇപ്പോൾ അറിയാം, നമുക്ക് ഫോറസ്റ്റിലെ ഓഫീസർ ആകുമ്പോൾ ഒരുപാട് ജോലികൾ, നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ ഈ പ്രത്യേകിച്ച് ഈ ജോലിക്ക് നമ്മൾ ഫീൽഡ് വർക്കായിരിക്കും കൂടുതലായിട്ടും വരുന്നത്. നമുക്ക് ഓഫീസിൽ ഇരുന്ന് ചെയ്യുന്നതിനേക്കാളും അപ്പുറം പുറത്ത് പോയിട്ട് ഇപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്നത്? ഞാൻ തിരുവനന്തപുരം ജില്ല, നമുക്ക് DRB തിരുവനന്തപുരമാണ്. അപ്പോൾ വേറെ ജില്ല പോവണ്ട, ഇവിടെ തന്നെയാണ്. ഇവിടെ പരുത്തിപ്പള്ളിയിൽ തന്നെയാണ് ഞാൻ കൂടുതൽ നിന്നിട്ടുള്ളത്. ഇപ്പോൾ RRTയിൽ നിന്നപ്പോഴത്തേക്ക് RRTയിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ല മൊത്തത്തിലാണ്. പിന്നീട് പാലോട് ഒരു RRT വന്നു. അവിടെ വന്നതിന് ശേഷം അവർക്കൽ ആ ഭാഗത്തോട്ടില്ല, തിരുവനന്തപുരത്തിൻ്റെ പകുതി വരെ, പിന്നെ പാറശാല വരെ, അങ്ങനെയാണ്. കുറച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് തന്നു, കുറച്ച് പരുത്തിപ്പള്ളി, കുറച്ച് പാലോട്, അങ്ങനെയാണ് തന്നത്. അവിടെ തന്നെയാണ്, വേറെ പുറത്തെങ്ങും ഇതുവരെ പോയി ജോലി ചെയ്തിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ കരടിയെ പിടിക്കുന്ന അത് എവിടെയായിരുന്നു? ട്രിവാൻഡ്രത്തായിരുന്നോ കരടി വീണത്? വെള്ളനാടായിരുന്നു. അത് എങ്ങനെയാണ്? ആ ഒരു കരടി ആദ്യമായിട്ടായിരിക്കുമല്ലോ നമ്മളത്, ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു മൃഗമാണ്. നമ്മളെ അറ്റാക്ക് ചെയ്യുമോ അല്ലെങ്കിൽ അതിനെ പിടിച്ചു കഴിഞ്ഞാൽ ജീവന് ഭീഷണി ഉണ്ടാകുമോ എന്നൊക്കെ ഒരു സംശയം തോന്നിയിട്ടുണ്ടാവല്ലോ. നിങ്ങൾ 3-4 പേരടങ്ങുന്ന സംഘമാണ് അപ്പോൾ? പിന്നെ ഒത്തിരി സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഇവിടുന്ന് വളരെ അടുത്താണ്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നൊരു 8 കിലോമീറ്റർ അപ്പുറത്താണ് ഈ വീടുന്ന സ്ഥലം. ഭയങ്കര അത്ഭുതം തോന്നി. കാരണം എനിക്കന്ന് രാത്രി 1:30 മണിക്കാണ് കോൾ വരുന്നത്, സാറ് വിളിക്കുന്നത്. കാരണം നമ്മളിവിടെയെങ്ങും അങ്ങനെ കരടിയെ കണ്ടിട്ടൊന്നും ഇല്ല. നമുക്കങ്ങനെ ഉണ്ടെന്ന് പോലും നമുക്കൊരു ധാരണയില്ലല്ലോ. അത് ഇത്രയും ജനവാസ മേഖലയിൽ പെട്ടെന്നൊരു കരടി കിണറ്റി വീണു. അത് ഭയങ്കര ഒരു സൈസ് കരടിയായിരുന്നു. ചെറുതൊന്നും അല്ല, നല്ല സൈസ് കരടിയായിരുന്നു. ഒരു 100-300 കിലോ എങ്കിലും ചിലപ്പോൾ അതിന് വെയിറ്റ് വരും. അത്ര ഭയങ്കര ഒരു കരടിയായിരുന്നു. പക്ഷേ അത് ഭയങ്കര സങ്കടം തോന്നി. പിന്നീട് 2 ദിവസം സത്യം പറഞ്ഞാൽ ആഹാരം കഴിച്ചിട്ടില്ല. നമുക്ക് അത്രയ്ക്കൊരു വിഷമമായിരുന്നു. അതെ അതെ, കാരണം അതിങ്ങനെ ഒരു കിണറിനകത്ത് കിടക്കുമ്പോൾ നമ്മൾ മാക്സിമം ഒരിക്കലും നമ്മളൊരു ജീവിയെ കൊല്ലണം എന്ന് വിചാരിക്കില്ലല്ലോ. നമ്മളെല്ലാവരും അത്രയും കഷ്ടപ്പെട്ട് തന്നെ റെസ്ക്യൂ ചെയ്യണം എന്നൊരിതുണ്ടായിരുന്നു. പക്ഷേ എവിടേക്കോ പാളിപ്പോയതാണ്. അതിൽ ഭയങ്കര വിഷമമായിരുന്നു. കുറേ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതിങ്ങനെ മേളിലോട്ട് നോക്കി കിടക്കുന്ന ഒരു രംഗം അതിപ്പോഴും ശരിക്കും അതെ അതെ, അത് വെയിറ്റ്, അത്രയും വെയിറ്റ് ഉണ്ടല്ലോ. അതുപോലെ കിണർ ഭയങ്കര ആഴമായിരുന്നു. അതെ, നല്ല വെള്ളവും ഉണ്ടായിരുന്നു. ആ വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് നിന്നും പിന്നെയും ഒത്തിരി അവർ ഇങ്ങനെ വീഴുന്ന സൗണ്ട് കേട്ടിട്ടാണ് അവർ വിളിച്ച് പറഞ്ഞത്. പിന്നീടാണ് ഇത് കരടിയാണ് എന്നുള്ളത് അറിയുന്നത്. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു ശരിക്കും. മുള്ളംപന്നിയെ പിടിക്കാൻ പോയപ്പോൾ, മുള്ളംപന്നി നമുക്കറിയാം, മുള്ള ഇങ്ങനെ ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ മുള്ള ഇങ്ങനെ ചെതറി എറിയും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സത്യമാണോ? മനുഷ്യരുടെ നേരെ അങ്ങനെ മുള്ള് വിടർത്തി വെക്കും. അങ്ങനെ അതിങ്ങനെ ചീറ്റിയിട്ടില്ല ഇതുവരെ. ഞാനൊരു
8 മുള്ളംപന്നിയെ റെസ്ക്യൂ ചെയ്യാൻ പോയിട്ടുണ്ട്. അതിൽ പക്ഷേ ഒന്നും നമുക്ക് അത് ഇതുപോലെ കുഴിക്കകത്തൊക്കെ വീഴുന്നത് അല്ല. പിന്നെ നമുക്കിതിനെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അതെ ഭയങ്കര സ്പീഡിൽ ഇത് ഒരു സ്ഥലം ഇങ്ങനെ നോക്കിയാൽ അതിങ്ങനെ വളഞ്ഞും പൊളഞ്ഞൊന്നും ഓടൂല. അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഓടുള്ളൂ. അങ്ങനെയാണ് മുള്ളംപന്നി ഓടുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ട് ഇങ്ങനെ അമ്പെയ്യും പോലെ അത് അങ്ങനെ തന്നെ ഓടും. തിരിച്ചും അതുപോലെയാണ്. അല്ലാതെ ഇതിങ്ങനെ വളഞ്ഞില്ലേ കൂടെ പോയി ഇങ്ങോട്ട് പോയി അങ്ങനെയൊന്നും പോകില്ല. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഇതിലെ കൂടിയാണ് ഓടുന്നത്. മുള്ള് എടുക്കും, ഇങ്ങനെ വിടർത്തി വയ്ക്കും. ഒരിക്കൽ എൻ്റെ കാലിൽ കൊണ്ട് മുറിഞ്ഞായിരുന്നു. അത് അതിൻ്റെ തുമ്പിൽ വിഷമുണ്ട്. കൈ കൊണ്ട് അങ്ങനെ പിടിക്കാൻ പറ്റൂല. അത് നമുക്കൊരു നമ്മളൊരു ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സാധനം ഒരു നെറ്റ് വെച്ചിട്ട് റൗണ്ട് ചെയ്ത് നമ്മളൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്ന സ്ഥലത്ത് നമ്മൾ ഈ സാധനം ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അത് നേരെ ഓടി വന്ന് ഇതിനകത്ത് കയറും. അങ്ങനെ കയറണം. കുറേ ഓടിക്കും നമ്മളായിട്ട്. അങ്ങനെ ഒരു സാധനം. അല്ലെങ്കിൽ കിണറിനകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുണ്ട്. ആ കൂട് ഇറക്കിയിട്ട് തട്ടിക്കയറ്റുകയാണ് ചെയ്യുന്നത്. മനുഷ്യരുടെ നേരെ അങ്ങനെ ഇതുവരെ അങ്ങനെ അല്ല. മൃഗങ്ങൾക്കൊക്കെ ആണെങ്കിൽ ചെയ്യും. അതിൻ്റെ മുള്ളിൻ്റെ തുമ്പിൽ വിഷമുണ്ട്. അത് കൊണ്ട് നമുക്ക് പഴുക്കും. നമ്മുടെ പുറത്ത് കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ പഴുക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ കടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. മുള്ളംപന്നി മാത്രമല്ല, മരപ്പട്ടി, മുള്ളംപന്നി, കരടി, അല്ലേ, പല ഇനം പാമ്പുകൾ, മാനും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മാൻ എവിടെയായിരുന്നു? ഒത്തിരി പുള്ളിമാൻ നമുക്ക് നെയ്യാർ ഡാമിൻ്റെ അവിടെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഒത്തിരി ഇറങ്ങുന്നുണ്ട് പുറത്ത്. അപ്പം നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ചിലപ്പോൾ ഇതുപോലെ പട്ടിയൊക്കെ ഓടിച്ചിട്ടൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്ലാവ്, മുങ്ങൾ നമ്മൾ തിരികെ വനത്തിൽ കൊണ്ടുവിടും. പിന്നെ പാമ്പും വനത്തിൽ കൊണ്ടുപോയി. ശരിക്കും നമ്മൾ ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് പിടിച്ചിട്ട് വേറെ അടുത്ത് കൊണ്ട് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിനെ തിരിച്ച് റിലീസ് ചെയ്യണ്ടേ. നമുക്ക് കിട്ടുന്നതിനെല്ലാം കൊണ്ട് തിരിച്ച് വിട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ വനത്തിൽ തന്നെയാണ് കൊണ്ടുവിടുന്നത്. എല്ലാം നമ്മൾ വനത്തിനുള്ളിൽ വനത്തിലാണ് കൊണ്ടുപോകുക. പക്ഷെ ശരിക്കും വനത്തിലൊന്നും അങ്ങനെ ഫുഡൊക്കെ കുറവാണ്. അതെ, നമുക്കിവിടെ കോട്ടൂരുണ്ട്, ബോണക്കാട്, പൊന്മുടിയുണ്ട്. അങ്ങനെ ഉള്ളിലോട്ട് ഒരുപാട് സ്ഥലമുണ്ട്. പേപ്പാറ, അങ്ങനെ അകത്തെവിടെ നമ്മൾ തന്നെയാണ് പോകുന്നത്. കാരണം ഇതിന് തുറന്നു വിടണ്ടേ. ബാഗിനകത്തിരിക്കുന്നതിന് തുറന്നു വിട്ടാൽ ഇത് കുറേ സമയം പോകില്ല. പാമ്പൊക്കെ ആണെങ്കിൽ എങ്ങനെ പത്തിയൊക്കെ എടുത്ത് കുറേ സമയം ഇങ്ങനെയൊക്കെ നിൽക്കാം. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നവർ മാത്രമേ അത് തുറന്നു വിടാനായിട്ട് പോവുള്ളൂ. അതും നമ്മൾ പിടിക്കുന്ന അതേ റിസ്ക്കാണ് റിലീസ് ചെയ്യുന്നത്. അതെ. കാരണം ഇതിനിങ്ങനെ ബാഗിനകത്ത് അടച്ചു വെച്ചേക്കല്ല. അപ്പം അതിന് അത്രയും ഫ്രസ്ട്രേഷനായിട്ടായിരിക്കും അതിനകത്ത് ഇരിക്കുന്നത്. അതിങ്ങനെ വരും. നമുക്ക് പിന്നെ ഇത് കണ്ട് കുഴപ്പമില്ലാത്തതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പട്ടികയിൽ ഒരുപാട് മൃഗങ്ങൾ, അല്ലേ, ഈ മൃഗസ്നേഹി ആയതുകൊണ്ട് ഒരുപാട് മൃഗങ്ങളുടെ ഒരു പട്ടിക തന്നെ ഉണ്ടല്ലോ, പിടിച്ചത് റെസ്ക്യൂ ചെയ്തതായിട്ടുള്ളത്. ഒരുപാട് പിടിച്ചിട്ടുണ്ട്. ഒത്തിരി മരപ്പട്ടിയെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. വീട്, ഓഫീസ്, കാറിൻ്റെയൊക്കെ ഷോറൂമുകൾ, തിരുവനന്തപുരത്ത് ഈ മാർജിൻ ഫ്രീ മാർക്കറ്റുകൾ, അവിടെയൊക്കെയാണ് ഈ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി തട്ടിൻ്റെ മുകളിൽ. പിന്നെ നമ്മുടെ ക്ലിഫ് ഹൗസിൽ നിന്ന് മിനിസ്റ്റർമാരുടെ അത്യാവശ്യം എല്ലാവരുടെയും അതെ എന്ന് പറഞ്ഞാൽ ഈ പഴയ കെട്ടിടങ്ങളുള്ളിടത്തൊക്കെ കാണും ഇത്. പിന്നെ ശരിക്കും ഇത് കാട്ടിൽ ജീവിക്കുന്ന ജീവിയല്ല, നാട്ടിൻപുറത്ത് ജീവിക്കുന്നതാണ്. പിന്നെ ഇതിനെ കൊണ്ട് മനുഷ്യർക്ക് ഉപദ്രവമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ യൂറിൻ ഭയങ്കര സ്മെല്ലാണ്. ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൗൾ സ്മെല്ലാണ്. ഈ പഴയ ഓഫീസുകളുടെയൊക്കെ മുകളിലാണ്, വില്ലേജ് ഓഫീസ്, സബ് രജിസ്ട്രാർ ഓഫീസ്, ഇതുപോലെയൊക്കെയുള്ള ഓഫീസുകളുടെയൊക്കെ മുകളിലൊക്കെയാണ് കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ മൂത്രം ഇങ്ങനെ വീഴുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. കാരണം ഇത് മൂത്രമൊഴിച്ചിട്ട് ആ സ്മെല്ലിലാണ് ഇത് രക്ഷപ്പെടുന്നത് ശത്രുക്കളിൽ നിന്നിട്ട്. അതുകൊണ്ടാണ് ആ മുള്ളംപന്നി അതുപോലെയാണ്, അതിൻ്റെ യൂറിൻ അതുകൊണ്ടാണ് ഭയങ്കര സ്മെല്ല്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർ പറയുമ്പോഴത്തേക്കാണ് നമ്മൾ പോയി എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അധികം അങ്ങനെ എടുക്കാറില്ല അതിന്. അതുപോലെ മരപ്പട്ടിയുടെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാപ്പിക്കുരു ഉണ്ടല്ലോ, കാപ്പിക്കുരു കഴിപ്പിച്ചിട്ട് അതിൻ്റെ വിസർജ്യം എടുത്തിട്ട് ആ എടുക്കുന്ന കാപ്പിക്ക് ഭയങ്കര വിലയാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ പുറത്ത് രാജ്യത്ത് അങ്ങനെ ഉണ്ട്. അതെ. ഇവിടെ പക്ഷേ ഇല്ല. ഇവിടെ ആർക്കും കാണുന്നത് തന്നെ ബുദ്ധിമുട്ടല്ലേ മരപ്പട്ടി. കുറേ കുഞ്ഞുങ്ങളെ വളർത്തി വിട്ടിട്ടുണ്ട്. കുപ്പിയിൽ പാല് കൊടുത്ത് കുഞ്ഞുങ്ങളൊത്തിരി കിട്ടും പ്രസവിച്ച് കിടക്കുമ്പോൾ. അപ്പോൾ അതിനെ കൊണ്ടുവന്ന് അതെ ഓഫീസിലിട്ട് എല്ലാ ഓഫീസിലിട്ട് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടിട്ടിട്ട് ഇതുപോലെ അത് എല്ലാവരും ഒന്നും മൈൻഡ് ചെയ്യൂല. ഞാൻ പിന്നെ എൻ്റെ ഒരു ഭ്രാന്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റാത്തൊരു ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് കുപ്പിയിൽ പാലൊക്കെ കൊടുത്ത് പഴമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കുറേ വളർത്തിയൊക്കെ ഒത്തിരി എണ്ണത്തിന് അങ്ങനെ വിട്ടിട്ടുണ്ട്. കൊല്ലാൻ വിടാൻ തോന്നാറില്ല, അതാണ് സത്യം. പറ്റുന്നതിനെയൊക്കെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നതിനൊക്കെ ഞാൻ രക്ഷിച്ച് വിട്ടിട്ടുണ്ട്.
ഇത്രയൊക്കെ മൃഗസ്നേഹിയാണ്, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ പോലും നമുക്ക് എതിരായിട്ട് തിരിയുമ്പോൾ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഈ ഒരു നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണത്? ഒത്തിരി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേയൊക്കെ ആദ്യമൊന്നും അങ്ങനെ വലിയ മൈൻഡ് ചെയ്യില്ല. കാരണം ഒരുപാട് പേര് പറയും എന്തുവാ മാങ്ങയുള്ള കല്ല് മാവിലെ കല്ലെറി എറി കൊണ്ട് വയ്യാത്ത അവസ്ഥയാണ്. പിന്നെ എന്താണ് എനിക്ക് കുറേയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. മീൻസ് ഈഗോ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈഗോ പ്രശ്നം വരേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇത്രയും റിസ്ക്, അതെ അതെ, എല്ലാവരും ചെയ്യുന്നത് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. എപ്പോഴാണ് നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യത്തിലൊന്നും അത്ര വലിയ ഈഗോ കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല. പക്ഷേ എന്തിനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടല്ലേ? ഒത്തിരി ബുദ്ധിമുട്ട് ഈ 7 വർഷത്തിനിടയിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അറ്റ് പ്രസൻറ്റ് എനിക്ക് അങ്ങ് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് ഞാൻ ഇപ്പോഴും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നാവുമ്പോഴാണ് നമുക്ക് മാനസിക വിഷമം. ഇപ്പോൾ പുറത്തൊരാളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. പക്ഷേ നമ്മുടെ കൂടെ നിന്ന് നമുക്കൊരു ഒരു പ്രൊട്ടക്ഷൻ തരാൻ, അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കാനുള്ള കൈകൾ തന്നെയാണ് നമ്മളെ ഉപദ്രവിക്കുമ്പോൾ നമുക്കത് ഭയങ്കര വേദനയാണ്. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. മറ്റേത് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിനോടൊരു വിരോധമോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിനോടോ അങ്ങനെയൊന്നും ആരോടും എനിക്കൊരു ശത്രുതയും ഇല്ല. എനിക്ക് ചോറ് തരുന്നത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് വാങ്ങിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതിനോട് എനിക്കൊരു വിഷമമില്ല. എനിക്കതിൽ സന്തോഷമാണ്. ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് മുഴുവൻ. എൻ്റെ വീടിന് വേണ്ടിയിട്ടല്ല, എൻ്റെ പിള്ളേർ. പേരുകളൊക്കെ തന്നെ ഇത്രയും റെസ്ക്യൂ ചെയ്യുമ്പോഴും പേര് പോകുന്ന ഡിപ്പാർട്ട്മെന്റിനാണല്ലോ. കാരണം ഡിപ്പാർട്ട്മെന്റിനെ പ്രതിനിധീകരിച്ചിട്ടാണല്ലോ റോഷ്നി. എന്നെ ആര് കണ്ടാലും ഫോറസ്റ്റിലുള്ള ആളെന്നാണ് പറയുന്നത്. അല്ലാതെ റോഷ്നി എന്ന് പറയുന്നതിനേക്കാളും നമ്മുടെ ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്ന പാമ്പിനെ പിടിക്കുന്നത് ഇങ്ങനെയാണ് പറയുന്നത്. എന്നെ ആര് കണ്ടാലും അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അല്ലാതെ റോഷ്നി ചെയ്ത മറ്റേ കുളപ്പടയുള്ള എന്ന് പറഞ്ഞിട്ടല്ല. അപ്പോൾ അത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനൊരു പേര് കിട്ടുന്നു എന്ന് പറയുന്നത്. കാരണം ഓരോരുത്തരും ഇങ്ങനെ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിനൊരു പൊൻതൂവലാണല്ലോ എന്നാണ് എന്നോട് പറയാറുള്ളത്. അല്ലാതെ അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി ചെയ്യുമ്പോൾ അവിടെയുള്ള കുറച്ച് പേര് ആൾക്കാർ, അവിടെയുള്ള കുറച്ച് ആൾക്കാരാണ്, ഒരിക്കലും വനം വകുപ്പല്ല എന്നെ അങ്ങനെ ഒരു അവിടെയുള്ള ചില ആൾക്കാർ, അവർക്ക് എന്നോടുള്ള ബുദ്ധിമുട്ട് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പലപ്പോഴും ജീവൻ പണയം വെച്ചിട്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അല്ലെ? നമ്മൾ പോകുന്നു, നമ്മൾ തിരിച്ചു വരുമോ, അല്ലെങ്കിൽ നമുക്കത് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ള നമ്മൾ അത്രയും റിസ്ക്കും ടെൻഷനിലും ആയിരിക്കും നമ്മൾ ഒരു റിസ്ക് ചെയ്യാനായിട്ട് പോകുന്നതൊക്കെ. ആണ് എല്ലാം അങ്ങനെ, എല്ലാ ജോലിയും അങ്ങനെയാണ്. നമ്മൾ അത്ര ഇപ്പോൾ പാമ്പിനെ എടുക്കാൻ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ ഹസ്ബൻഡൊക്കെ വിടുമെങ്കിലും അത്രയും ടെൻഷനുണ്ട്. ചിലപ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ രാത്രി പോയാൽ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ തിരിച്ച് വരുന്നത് വരെ പുറത്തിറങ്ങി നോക്കിയിരിക്കും. കാരണം പോകുന്ന പണി ഇതാണല്ലോ. അപ്പം എന്തെങ്കിലും അതെ 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 എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും വന്നു പോയാൽ എൻ്റെ 2 പിള്ളേർക്കില്ലാതായി പോകില്ലേ. അപ്പോൾ ആ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. എന്നിട്ടും അതിനുവേണ്ടി എന്നെ പറഞ്ഞു വിടുന്നത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. എനിക്കല്ലാതെ എനിക്കതിൽ നിന്ന് വേറെ അലവൻസോ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. ഈ പോകുന്നിടത്ത് ഞാൻ എൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ പൈസ കൊടുത്ത് പെട്രോൾ അടിച്ച് പിന്നെ ഞാൻ പോയി ചെയ്യുന്നത് ആ വിളിക്കുന്ന വീട്ടിലെ ആളിന് അവർ അപ്പോഴനുഭവിക്കുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കും. അപ്പോൾ എന്നെപ്പോലെ ധൈര്യമുള്ള ഒരാളായിരിക്കില്ലല്ലോ ആ വീട്ടിലുള്ളത്. അപ്പോൾ അവരുടെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരിക്കലും പോകാതിരിക്കാൻ തോന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ ചാടിപ്പോൾ ഇറങ്ങി രാത്രിയും പകലും ഇല്ലാതെ ഞാൻ ഓടുന്നത്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി കൂടെ നിർത്തേണ്ടവർ തന്നെ നമ്മളെ ഉപദ്രവിക്കുമ്പോഴുള്ള മാനസിക ബുദ്ധിമുട്ട് അത് ഉണ്ട്. അത് ഏത് ജോലിയുടെ ഒരു ഭാഗമായിട്ട് അങ്ങ് കണ്ടാൽ മതി. ഇപ്പം അങ്ങനെ ആയി. കുറേയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ നമുക്കൊരു മരവിപ്പല്ലേ. കുറേ വേദനിച്ച് കഴിയുമ്പോൾ പിന്നെ എല്ലാം ആ ഒരു ഇതിലാണ്. ഇപ്പം ഞാനൊക്കെ ഏകദേശം ആ അവസ്ഥയിലാണ്. എനിക്കിനിപ്പോൾ ഒന്നും ആലോചിക്കാറില്ല. വരുന്ന പോലെ വരട്ടെ എന്നുള്ളൊരു രീതിയിലാണ് പോകുന്നത്. കുഴപ്പമില്ല. പക്ഷേ ഞാനിപ്പോൾ അധികം അങ്ങനെ പോവാറില്ല ശരിക്കും. കാരണം ചിലപ്പോൾ ആലോചിക്കും ആർക്ക് വേണ്ടി ചെയ്യുന്നു, അങ്ങനെ ഒരു തോന്നൽ ചിലപ്പോൾ വരാറുണ്ട്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ വരുമ്പോഴത്തേക്ക് മടിക്കാറുണ്ട് ചിലപ്പോൾ. ഞാൻ പറഞ്ഞ പോലെ ഈ തളർത്താൻ ഒരുപാട് പേരുണ്ട്. നമ്മൾ എന്താണോ അത് ബോൾഡായിട്ട് നിൽക്കുമ്പോഴാണ് സമൂഹത്തിലും നമുക്ക് ഒരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. ഇപ്പം നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഈ റോഷ്നി പറഞ്ഞ പോലെ തന്നെ മാങ്ങയുള്ള മാവിലെ കല്ലെറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ അത് അങ്ങനെ കണ്ടാൽ മതി. നമ്മൾ എപ്പോഴും നമുക്ക് മനസ്സിന് തളർത്തിക്കളയുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. എങ്കിലും അതിലൊക്കെ തന്നെയും ഇത്രയും ധൈര്യത്തോടെ അതിജീവിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതിനെയും അതിൻ്റെതായ സ്പിരിറ്റിൽ കണ്ടുകൊണ്ട് തന്നെ ചെയ്ത ജോലിയിൽ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഈ റെസ്ക്യൂ ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ പ്രിക്കോഷൻസാണ് സാധാരണഗതിയിൽ എടുക്കാറുള്ളത്? അങ്ങനെ വലിയ പ്രിക്കോഷനൊന്നും ഇല്ല നമുക്കങ്ങനെ. ഇപ്പോൾ പാമ്പിനെ പിടിക്കാനാണെങ്കിൽ ഒരു ടൂള് തന്നിട്ടുണ്ട്, അത്ര തന്നെയാണ്.
അല്ലാതെ 5 ബാഗ് പിന്നെ കോട്ടൺ ബാഗ് ഇല്ല ഒന്നുമില്ല. എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ അച്ഛനെത്തും, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ നമുക്കങ്ങനെ പ്രിക്കോഷൻ എടുക്കാനും പറ്റൂല. നമ്മളവിടെ പോകുന്നു, നോക്കുന്നു, ആ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കും. എന്നിട്ട് എന്തുവാണ് നമ്മുടെ ഒരു മനസ്സിൻ്റെ ധൈര്യത്തിൽ അങ്ങ് ചെയ്യും. അതിപ്പോൾ ഏതിനായാലും, ഇപ്പോൾ ആന ഓടിക്കാൻ പോകാനായാലും നമ്മുടെ കയ്യിൽ വേറെ ഉപകരണങ്ങളൊന്നും നമുക്ക് തന്നിട്ടില്ല. ഇപ്പോൾ വെടി പൊട്ടിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം തന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് വെടിയാണ്, നമ്മൾ ഈ എന്തുവാണ് ദീപാവലിക്കൊക്കെ വയ്ക്കുന്ന പടക്ക്, അത് തന്നിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അല്ല നമ്മുടെ കയ്യിൽ വേറെ ഗണ്ണോ അങ്ങനെയൊന്നും ഒരു സാധനം ഇല്ലല്ലോ. അപ്പോൾ ഇത് വെച്ച് പേടിപ്പിച്ച് തിരിച്ചു വിടുക, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് എല്ലാത്തിനും റെസ്ക്യൂവിന് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ധൈര്യം, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രിക്കോഷൻ. അല്ലാതെ തിരിച്ച് വീട്ടിൽ പോകണം, ആ പിള്ളേർ വീട്ടിലുണ്ട്, ഇതാണ് നമ്മുടെ പ്രിക്കോഷൻ, വേറെ ഒന്നുമില്ല. അതെ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ പന്നികൾ, ആന, അവയൊക്കെ തന്നെയും ഈ തുരത്തി ഓടിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടോ? ആന ഓടിക്കാൻ പോകാറുണ്ട്. പിന്നെ കാട്ടുപന്നിയെ അങ്ങനെ ഓടിക്കാൻ പറ്റൂല. ഉണ്ട് ഇപ്പോൾ ഒരുപാട്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ രാത്രി ആയാൽ 10, 20, 25 വരെ വരാറുള്ള സ്ഥലമാണ്. അതെ, ഇഷ്ടം പോലെ പന്നി വരാറുണ്ട്. വലിയ പന്നിയുള്ള വരാറുണ്ട്. ചെറിയ പശുക്കുട്ടിയുടെയൊക്കെ അത്രയുള്ള വലിയ പന്നി വരാറുള്ള സ്ഥലമാണ്. അത് വന്ന് കഴിച്ചിട്ട് പോട്ടല്ല. ഇനിയിപ്പം അതിന് ആഹാരത്തിന് വേണ്ടിയാണ് അത് ഈ പുറത്തിറങ്ങി വരുന്നത്. പിന്നെ കർഷകർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി കുറേ നിയമമൊക്കെ ഇറങ്ങിയായിരുന്നു. ഇതിനെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇതിനെ നമുക്ക് ഓടിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ഇല്ല. അതുപോലെ കുരങ്ങ് ശല്യമുള്ള ഈ ഒരുപാട് സ്ഥലങ്ങളിൽ കുരങ്ങ് ശല്യം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അല്ലേ, അങ്ങനെ ഈ നെയ്യാറുടെ ആ ഭാഗത്തേക്ക് ഒരുപാട് കുരങ്ങിൻ്റെ ഒരു ശല്യം, അമ്പൂരിയിലൊക്കെ തന്നെ കുരങ്ങിനെയൊക്കെ നമ്മൾ കൂട് വെച്ച്, പക്ഷേ എല്ലാം ഒന്നും അങ്ങനെ കയറൂല കുരങ്ങൊന്നും. 1, 2 എണ്ണത്തിന് നമുക്ക് പിടിക്കാൻ പറ്റും. അതിൽ കൂടുതൽ ഈ മുക്കുന്നിമല ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ ആ പാറ പൊട്ടിച്ച സമയത്ത് അവിടെ നിന്നൊക്കെ പിന്നെ ആയിരക്കണക്കിന് എണ്ണമാണ് ഇറങ്ങുന്നത്. അപ്പോൾ അത് ആ മലയൻകീഴ ഭാഗത്തൊക്കെ എല്ലാ വീട്ടിലും കുരങ്ങാണ്. ഭയങ്കര പരാതിയാണ് അവർക്ക്. ഇങ്ങനെ എല്ലാ വീടിനകത്തൊക്കെ കയറി എല്ലാം നശിപ്പിച്ചൊക്കെ കളയും. കുറേയൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റും, എല്ലാത്തിനെയും കൂടി നമുക്ക് പിടിച്ചെടുക്കാനും പറ്റൂല. പിന്നെ എല്ലാത്തിനും കാരണം നമ്മൾ തന്നെയാണ്. കുറേയൊക്കെ നമ്മൾ അനുഭവിക്കണം. കാട് നശിപ്പിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ ആവാസ വസ്തു കൂടിയാണല്ലോ തകർക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് റോഷ്നി എന്ന് പറയുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. എന്നെപ്പോലെ ഒരു അവതാരകയാണ്, നല്ലൊരു അവതാരകയാണ്. അതുപോലെ എല്ലാ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് റോഷ്നി എന്ന് പറയുന്നത്. അവതാരകയായിട്ട് ദൂരദർശനിൽ അവതാരകയായിരുന്നു അല്ലേ? ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ദൂരദർശനിൽ 17 വർഷമായി. 2007 കയറുന്നതാണ് ദൂരദർശനിൽ. പിന്നീട് 13 ആകാശവാണി വിട്ടിട്ട്. അതിൻ്റെ ഒരു പാഷനും ഇതൊരു പ്രൊഫഷനും ആ ഒരു രീതിയിലാണ്. പിന്നെ എനിക്കതിനോട് കളഞ്ഞിട്ട് വരാൻ ഇപ്പോൾ കാർഷിക വാർത്ത മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മുടെ ഡ്യൂട്ടി അതായതുകൊണ്ട് എല്ലാം പോയി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇപ്പോൾ കാർഷിക വാർത്ത മാത്രം ലൈവാണ്. അത് 6:30 മണിക്കാണ്. അപ്പോൾ പിന്നെ അതിൽ വേറെ വലിയ തടസ്സമില്ലാതെ പോയി ചെയ്തിട്ട് വരാൻ പറ്റും. അതുകൊണ്ട് അത് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ആകാശവാണിയൊക്കെ വിട്ടു. ആകാശവാണിയിലൊന്നും പോകാൻ പറ്റാതെ ഇവിടെ പോകുന്നുണ്ട്, ദൂരദർശനിൽ പോകുന്നുണ്ട്. ഫാമിലിയെ കുറിച്ച് പറഞ്ഞു. ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഹസ്ബൻഡ് സ്പെഷ്യൽ ഗ്രേഡ് ഇൻസ്പെക്ടറാണ്. സഹകരണ വകുപ്പിൽ ഓഡിറ്ററാണ്. ഇവിടെ നെടുമങ്ങാട് ARലാണ്. 2 ആൺകുട്ടികളല്ലേ? 2 ആൺമക്കൾ. മൂത്തമോൻ 10ാം ക്ലാസ്സിൽ, ഇളയാൾ 7ാം ക്ലാസ്സിൽ. ദേവനാരായണൻ, സൂര്യനാരായണൻ. സജിത്ത്. റോഷ്നിയുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെയും സാധിക്കട്ടെ. റോഷ്നി പാമ്പ് പിടിക്കുന്ന കുറച്ച് വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ?
ഒരുപാട് സന്തോഷം റോഷിനി, തിരക്കൾക്കിടയിലും കുറച്ച് സമയം നമുക്കായിട്ട് തന്നു. മായക്കാഴ്ചകളിൽ ഒരുപാട് തീർച്ചയായിട്ടും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖം തന്നെയായിരുന്നു റോഷിനി. ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കൂടുതൽ അടുത്ത് മനസ്സിലാക്കാനും ഫാമിലിയെക്കുറിച്ചും നമ്മുടെ ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം ഒരു ഇൻ്റർവ്യൂ തന്നതിൽ. മായക്കാഴ്ചകളുടെ എല്ലാവിധ ഭാവുകങ്ങളും റോഷിനി ആഗ്രഹിക്കുന്ന എല്ലാ മേഖലയിലും എത്താൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. കാട് വീടായി കണ്ട റോഷിനിയുടെ മായക്കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടത്. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ജീവിക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്, ജീവിതത്തിൽ മുന്നേറണം എന്ന് ആഗ്രഹം ഉണ്ടാകുന്നത്. ഓരോ ജീവിതവും നമുക്ക് പഠിക്കാൻ ഏറെയാണ് അല്ലേ. നമുക്ക് സാധിക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത്. അതെ, നമ്മൾ ഏത് കാര്യത്തെയും സധൈര്യം നേരിടുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ കൈക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച ഒരു എന്താ പറയുക, ഒരു വലിയൊരു വ്യക്തിത്വമാണ് റോഷിനി. ഇപ്പോൾ റോഷിനിയുടെ ജീവിതകഥ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ. ഏത് മേഖലയിലും നിൽക്കാനും അതിൽ ശോഭിക്കാനും സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അതിനേവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ മായക്കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം മറ്റൊരു അതിഥിയുമായി, മറ്റൊരു കാഴ്ചയുമായി. മായക്കാഴ്ചകൾ വീണ്ടും എത്തും. നന്ദി, നമസ്കാരം.